എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ മറ്റൊരു മനോഹരമായ പാട്ടിലോട്ട് സ്വാഗതം. എല്ലാവർക്കും നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ നോക്കി വന്ന വീഡിയോ എഫക്ട്സിലെ ഈ 5 ഫോൾഡേഴ്സിലെ എഫക്റ്റുകളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാമത്തെ ഫോൾഡറിലെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലെ എഫക്റ്റുകളാണ്. ഇതിൽ വളരെ ഭംഗിയായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റുകൾ തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ 4 കളർ ഗ്രേഡിൽ തന്നെ എഫക്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ബ്ലാക്ക് വീഡിയോ ഞാൻ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് വീഡിയോ എങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുക, ഇവിടെ പോയിട്ട് ഈ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രൊജക്ട് മീഡിയ ബ്രൗസറിൽ ഇവിടെ ബ്ലാക്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ ബ്ലാക്ക് വീഡിയോനെ പിടിച്ചു ഇവിടെ കൊണ്ടൊന്ന് ഡ്രാഗ് ചെയ്തിട്ടു സീക്വൻസിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ 4 കളർ ഗ്രേഡിൽ നിന്ന് സംഭവത്തിന് ഞാൻ ഇയാളെ പിടിച്ചു എങ്ങനെ ഇവിടെ കൊടുത്തിട്ടു. ഇപ്പോൾ കണ്ടില്ലേ 4 വ്യത്യസ്തമായ കളർ 4 കോർണർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻസൊക്കെ നമുക്കാണെങ്കിൽ ഈ എഫക്റ്റ് കൺട്രോൾ പാനലിൽ പോവുക, നമ്മുടെ ബ്ലാക്ക് വീഡിയോ സെലക്ട് ചെയ്തിരിക്കണം. ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പൊസിഷൻസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതേപോലെ ഇതിൻ്റെ കളർ വേണമെങ്കിൽ കളർ മാറ്റാൻ പറ്റും. ഇത് വേണമെങ്കിൽ റെഡ് ആക്കണമെങ്കിൽ റെഡൊക്കെ, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ആക്കാം. ഓൾറെഡി ഈ കളർ സെലക്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ റെഡ് ആക്കുകയാണ്. ഇവിടെ റെഡ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ മുകളിൽ കൊടുന്നിടാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, ഓവർലാപ്പ് പോയി. പക്ഷേ അതിന് നമ്മൾ ഈ ബ്ലാക്ക് വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുറച്ചേക്കാം. ഓക്കെ, വളരെ നമ്മളെ ഹോളിയൊക്കെ പോയല്ലോ അല്ലേ. നമ്മളെ ഹോളിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, ഹോളിയുടെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു എഫക്റ്റാണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ഏരിയകളിൽ ഉപയോഗിക്കാൻ പറ്റിയ എഫക്റ്റുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇതാണ് 4 കളർ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, അതിനായിട്ട് ഞാൻ ഈ ബ്ലാക്ക് വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ ജസ്റ്റ് ബ്ലാക്ക് വീഡിയോ ഇവിടെ കൊടുത്തിട്ടു, എക്സ്റ്റെൻഡ് ചെയ്തു, സെൽ പാറ്റേൺ എന്ന് പറഞ്ഞതിൽ കൊടുത്തിട്ടു. ഇപ്പോൾ കണ്ടോ, നമ്മൾ ബയോളജിയിലൊക്കെ പണ്ട് പഠിച്ച പോലെ സെൽസിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടല്ലേ, സെല്ലുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ വന്നു, എഫക്റ്റ് കൺട്രോൾ പാനൽ വന്നു. ഇതിൻ്റെ ബബിൾസാണ്, വേണമെങ്കിൽ ഇത് ക്രിസ്റ്റൽസ് ആക്കാൻ പറ്റും, പ്ലേറ്റ്സ് ആക്കാൻ പറ്റും. തൽക്കാലം ബബിൾസിൽ തന്നെ കിടക്കട്ടെ. ഇവിടെ കോൺട്രാസ്റ്റ് നോക്കാൻ പറ്റും, കോൺട്രാസ്റ്റ് മാറ്റാൻ പറ്റും, ഓവർഫ്ലോ മാറ്റാൻ പറ്റും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എവല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് നമ്മൾ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഒരു ഇളക്കം വന്നില്ല, ചെയ്യാൻ വെച്ചില്ല നമുക്ക്. അപ്പം ഞാൻ ഇവിടെ വരികയാണ്, എന്നിട്ട് ഞാൻ ഈ റിസെറ്റ് ചെയ്തു, ഞാൻ ഒരു കീ ഫ്രെയിം ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഈ ഡ്രാഗ് ചെയ്ത സമയത്ത് എനിക്ക് ഇത്ര റൊട്ടേഷൻ വേണമെന്ന് വിചാരിക്കാം. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഹാ, വളരെ മനോഹരമായിട്ടുള്ളൊരു എഫക്റ്റാണ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻവേർട്ട് കൊടുത്ത് ഞാൻ ബ്ലാക്കുള്ളതൊക്കെ വൈറ്റുള്ളതൊക്കെ ബ്ലാക്കായി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് നമ്മൾ ഇതിന് ജസ്റ്റ് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചല്ലോ. എന്നിട്ട് നമുക്ക് ഈ വീഡിയോയുടെ മുകളിൽ കിടന്നുണ്ടാകും. ഓക്കെ, ഇനി ഒപ്പാസിറ്റി അല്പം കൂട്ടാം. ഓക്കെ, ജസ്റ്റ് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നിട്ടൊന്ന് പ്ലേ ചെയ്യാം. ആഹാ, ആ വെള്ളത്തിൻ്റെ ഒരു കൂടെ ആ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോൻ്റെ കൂടെ ഒരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റും കൂടി ഇതിൽ വന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ലേ. ഇത് തന്നെയാണ് നമ്മൾ ഈ സെൽ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്ക് ബോർഡ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അതിനായിട്ട് ഞാനൊരു ബ്ലാക്ക് വീഡിയോ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്തു, സീക്വൻസിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് അതിലോട്ട് ഞാൻ ചെക്ക് ബോർഡ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുത്തിട്ടു. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ ചെക്ക് ബോർഡിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ നമുക്ക് ഈ ബ്ലാക്ക് വീഡിയോ ഇതിനോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ആങ്കർ പോയിന്റ് നമുക്കിതിൽ മാറ്റാൻ പറ്റും, കണ്ടോ. അതേപോലെ സൈസ് നമുക്ക് മാറ്റാൻ പറ്റും, പോയിന്റ് അല്ലെങ്കിൽ വിഡ്ത്ത് സ്ലൈസർ അങ്ങനെയൊക്കെ. ഇനി വെടുത്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും, കണ്ടോ. കൂട്ടാൻ കുറയ്ക്കുക ചെയ്യാൻ പറ്റും. തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ, അല്പം വിടുത്ത് കൂട്ടിയിട്ട് തന്നെ നമുക്ക് വെക്കാം. ഓക്കെ, ഇനി കളറ് വൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ വീഡിയോനെ പിടിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് കൊടുത്തിട്ടു. ഇപ്പം എന്താ സംഭവിക്കുക, കണ്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻസ് മാറ്റിയിട്ട് കളിക്കാം. അതായത് ഇവിടെ ഒരു കീ ഫ്രെയിം ആങ്കർ പോയിൻ്റ് ഉണ്ടാക്കി, എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇതാണ് പൊസിഷനെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറണം.
ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നെടുത്തു പ്ലേ ചെയ്തു. ഓക്കെ, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എഫക്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റിയിട്ട് വേറെ ബ്ലൂവോ സ്കൈ ബ്ലൂ ഒക്കെ ആക്കി കൊടുക്കാം. ഇതിൻ്റെ ചെക്സിൻ്റെ നമുക്ക് എണ്ണം കൂട്ടണമെങ്കിൽ നമുക്ക് ചെക്സിൻ്റെ വിടുത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം. വിടുത്ത് നമുക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് ഇതിൻ്റെ ഒരു കീ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കീ ഫ്രെയിമിൽ ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് ചെക്ക് ബോർഡ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിൾ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് വീഡിയോ നമ്മൾ ഇൻസേർട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് വലുതാക്കി, എന്നിട്ട് സർക്കിൾ എന്ന് പറഞ്ഞ സംഭവം ഇൻസേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ഒരു വൈറ്റ് ആണ്, ഇതിൽ ബ്ലാക്ക് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പോസിറ്റ് ആക്കുകയാണ്, ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ ബ്ലാക്ക് വന്നു, ഇവിടെ വൈറ്റ് വന്നു അല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ സൈസ്, റേഡിയസിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കാം. ഓക്കെ, ഇനി 0 ആക്കി ഈ ബ്ലാക്ക് വീഡിയോ ഇവിടെ കൊടുത്തിട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആണല്ലോ. ഇനി ഇവിടെ ഞാനൊരു കീ ഫ്രെയിം ജനറേറ്റ് ചെയ്യാണ്, റേഡിയസ്. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് റേഡിയസ് ഒന്ന് വലുതാവണം. അതിനായിട്ട് ഞാനിത് ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഒരു മനോഹരമായിട്ടുള്ള എഫക്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ സെൻറ്റർ പൊസിഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് മാറ്റാൻ പറ്റും. കളർ നമുക്ക് വൈറ്റ് വേണമെങ്കിൽ കളർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാൻ. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രെയിമും അടുത്തടുത്താക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ നല്ലൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ സർക്കിൾ എന്ന് പറഞ്ഞ എഫക്റ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എലിപ്സ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. അപ്പോൾ എലിപ്സ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇതിൽ കൊടുത്തിട്ടു. ഇവിടെ കണ്ടോ, ഒരു ഗ്ലോയിങ് എഫക്റ്റാണ് നമ്മൾ എലിപ്സ് എന്ന് പറഞ്ഞ ഈ എഫക്റ്റിനുള്ളത്. തൽക്കാലം നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാം. അതുപോലെ ഹൈറ്റും നമ്മളൊന്ന് കൂട്ടി. ഓക്കെ, ഇനി ഇവിടെ തിക്നെസ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തിക്നെസ് ഒന്ന് കൂട്ടിയേക്കാം. സോഫ്റ്റ്നെസ് വേണമെങ്കിൽ സോഫ്റ്റ്നെസ് നമുക്ക് ഇതേപോലെ കൂട്ടാം. ഇതിനൊരു ഗ്ലോയിങ് എഫക്റ്റാണ് ഉണ്ടാവുക. ഇതേപോലെ നമ്മൾ ഇത് പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിടുകയാണെങ്കിൽ കണ്ടോ, ഒരു ഗ്ലോയിങ് എഫക്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിനൊരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഷേപ്പ്, ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഇത്ര തന്നെ ഉള്ളൂ എലിപ്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞ സംഭവമാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോ, ഞാൻ ഇതിന് ഐ ഡ്രോപ്പറിനെ പിടിച്ചു, ഇങ്ങോട്ട് കൊടുത്തിട്ടു. ഇപ്പം തന്നെ എന്താ സംഭവിച്ചത്, കംപ്ലീറ്റ് ഒരു കളർ ആയി അല്ലേ, കളർ പാറ്റേൺ ആയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ഓഫ് ചെയ്യാണ്. എന്താ സംഭവിച്ചത്, നമ്മളുടെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഐ ഡ്രോപ്പർ ഫിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പോയിന്റ് നമ്മൾ സാമ്പിൾ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പിക്സലിനെ, ആ ഒറ്റ സിംഗിൾ പിക്സലിനെ വളരെ സംഭവമായിട്ട് സൂം ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് സൂം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ എഫക്റ്റ് നമ്മൾ ഇതിലിടും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ വീഡിയോയിൽ ഈ പോയിന്റ് നമ്മളിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ പിക്സലുടെ സൂമായിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സാമ്പിൾ റേറ്റ്, റേഡിയസ് കൂട്ടാം, കുറയ്ക്കാം. കണ്ടോ, ഇതൊരു പഴയ ഫിലിമിലൊക്കെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിരിക്കും. നിങ്ങൾ പഴയ വലിയ ലൈറ്റിലൊക്കെ അല്ലെങ്കിൽ പ്രൊജക്ടറിൽ നമ്മൾ മൂവീസൊക്കെ കാണുന്ന പോലത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഐ ഡ്രോപ്പർ ഫിൽ. നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രിഡ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അപ്പോൾ ഗ്രിഡ് എന്ന എഫക്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ബ്ലാക്ക് വീഡിയോ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. നമ്മൾ സീക്വൻസിലോട്ട് ഒരു ബ്ലാക്ക് വീഡിയോ ഇൻസേർട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്ന് ഗ്രിഡ് എന്ന് പറഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, എഫക്ട്സ് കൺട്രോളിൽ പോയി ഞാൻ അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, ഇതാണ് നമ്മളുടെ ഗ്രിഡ്, ആഡ് ചെയ്ത ഗ്രിഡ്. ഇവിടെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആങ്കർ പൊസിഷൻസ് നമുക്ക് മാറ്റാം. കണ്ടോ, ഇങ്ങനെ പൊസിഷൻ മാറ്റാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബോർഡറിൻ്റെ സൈസ് നമുക്കൊന്ന് കൂട്ടാം. ഓക്കെ, സൈസ് കൂട്ടി എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇയാളെ പിടിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിലോട്ട് കൊടുത്തിട്ടു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത് കണ്ടോ, ആ വീഡിയോ ഇതിനായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇവിടെ ഒന്ന് കീ ഫ്രെയിം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ എത്തുമ്പോഴേക്കും അത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആവണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ നല്ല ഒരു എഫക്റ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഗ്രിഡ് എന്ന് പറഞ്ഞ എഫക്റ്റ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെൻസ് ഫ്ലെയർ. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന എഫക്റ്റ് ആട്ടോ ലെൻസ് ഫ്ലെയർ. നമ്മളെ ലെൻസിൽ നിന്ന് വരുന്ന ആ സൺലൈറ്റിൻ്റെ റെയിൻബോ കളറല്ല ഇത്. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ലെൻസ് ഫ്ലെയർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ പോവാം, എഫക്റ്റ് കൺട്രോളിൽ പോവാം, എന്നിട്ട് നമ്മളുടെ ഫ്ലെയറിൻ്റെ സെൻറ്റർ ഇത് നമുക്ക് പിടിച്ചൊന്ന് മാറ്റാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വെക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു എഫക്റ്റാണ് ഈ ലെൻസ് ഫ്ലെയർ. നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ 50-200 സൂം ലെൻസ് ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ 335 mm ആക്കാം, 105 പ്രൈം ലെൻസ് അതാക്കാൻ പറ്റും. ലെൻസ് ഫ്ലെയർ വളരെ നല്ല, മിക്കവാറും ആളുകൾ ആഡ് ചെയ്യുന്ന എഫക്റ്റാണ് ലെൻസ് ഫ്ലെയർ. ലെൻസിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. കണ്ടോ, ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ചു. ഇത് 100 എപ്പോഴും ഭംഗി. ഓക്കെ, അപ്പോൾ ഇതാണ് ലെൻസ് ഫ്ലെയർ, വളരെ ഉപകാരപ്പെടുന്ന ഒരു എഫക്റ്റാണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ. ആ ഡബിൾ ക്ലിക്ക് ചെയ്തു, കണ്ടോ ഇടിമിന്നൽ വന്നു. പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇടിമിന്നലിൻ്റെ കളർ നമുക്കിതിൽ മാറ്റാൻ പറ്റും. ഇവിടെ പോയിട്ട് സാധാരണ ഇടിമിന്നലിൻ്റെ കളറ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈറ്റൊക്കെ പോലെയാണല്ലോ അല്ലേ. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. കണ്ടോ, ഒരു ഇടിമിന്നൽ എഫക്റ്റാണ്. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബ്രാഞ്ചിങ്, നമുക്ക് വേണമെങ്കിൽ ബ്രാഞ്ചിങ് കൂട്ടാം. കണ്ടോ, അങ്ങനെ ഈ ലൈറ്റ്നിങ്ങിലെ ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് സ്റ്റാർട്ട് എൻഡ് പൊസിഷൻ സെഗ്മെൻറ്റ്സ്, ഏത് സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് സെഗ്മെൻറ്റ്സ് ഒന്ന് കൂട്ടിയേക്കാം. ഒരുപാട് കണ്ടുവരുന്ന ഒരു എഫക്റ്റ് കൂടിയാണ് ഈ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞ എഫക്റ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പെയിൻറ്റ് ബക്കറ്റ് എന്ന എഫക്റ്റാണ്. ഞാൻ ഈ പെയിൻറ്റ് ബക്കറ്റ് എന്ന എഫക്റ്റിന് ഇയാളെ പിടിച്ചിട്ടു. ഇപ്പോൾ കണ്ടോ, റെഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ തൽക്കാലം ഈ കളറൊന്ന് മാറ്റിയിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു വൈറ്റ് പോലെ. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കിയേ, വളരെ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. ഇതാണ് പെയിൻറ്റ് ബക്കറ്റ്. നമ്മളുടെ വേണമെങ്കിൽ നമുക്ക് ഈ പെയിൻറ്റ് ബക്കറ്റിൻ്റെ എഫക്റ്റിൽ പോയിട്ട് ഇവിടെ താഴെ ഇവിടെ പോയിട്ട് നമുക്കിതിൻ്റെ ഫിൽ പോയിൻ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇതും വളരെ നല്ലൊരു എഫക്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി ഒക്കെ കുറയ്ക്കണമെങ്കിൽ, ടോളറൻസ് കുറയ്ക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് ടോളറൻസ് ഒന്ന് ഇപ്പം കുറച്ചേക്കാം. ഓക്കെ, ഓക്കെ, ഇത് നമ്മളുടെ മ്യൂസിക്കുള്ള നല്ല ബീറ്റൊക്കെ ഉള്ള വീഡിയോസിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റ് കൂടിയാണ് പെയിൻറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റാമ്പ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അതിനായിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് വീഡിയോ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് റാമ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്തു. റാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, വൈറ്റിൽ നിന്ന് ബ്ലാക്കിലോട്ട് പോകുന്നതിന് റാമ്പ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഞാൻ പിടിച്ചിട്ട് ഈ വീഡിയോയുടെ മുകളിലോട്ട് ഇട്ടു. ഓക്കെ, ഇനി ബ്ലാക്ക് വീഡിയോയുടെ എഫക്റ്റ് കൺട്രോളിൽ പോയിട്ട് നമുക്ക് ഈ ബ്ലെൻഡ് മോഡ് എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ആക്കിയേക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, വളരെ മനോഹരമായിട്ട് നമുക്ക് നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് റാമ്പ്, ഇത് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്തത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ പൊസിഷൻ സ്റ്റാർട്ട് ഓഫ് റാമ്പ്, എൻഡ് ഓഫ് റാമ്പ്, നല്ലൊരു എഫക്റ്റ് തന്നെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഓൺ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. അതിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ റൈറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ റൈറ്റ് ഓൺ എന്ന് പറഞ്ഞ എഫക്റ്റിലോട്ടാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ബ്രഷ് സൈസ് അല്പം ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഇത് വന്നില്ലേ,
ഇവിടെ ഡോട്ട് വന്നില്ലേ. എന്നിട്ട് ഞാനിവിടെ ഒരു കീ ഫ്രെയിം ഉണ്ടാക്കാൻ പോവാണ്. നമ്മളുടെ ഈ ബ്രഷ് പൊസിഷൻ്റെ ഒരു കീ ഫ്രെയിം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് അല്പം ഇങ്ങോട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. വളരെ മനോഹരമായിട്ട് ഒരു ലൈന്. വേണമെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് നമ്മളൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ലൈനിൻ്റെ ഒരു ആനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള എഫക്റ്റുകളൊക്കെയാണ് നമ്മളുടെ ഈ ജനറേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റുകളിൽ. ഏറ്റവും എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ലെൻസ് ഫ്ലെയർ എന്ന് പറഞ്ഞ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരും. അതുവരെ ടേക്ക് കെയർ.